നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 2-ാമത്തെ അധ്യായം. അതിൽ 12 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. 13-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. ഭക്തി നാരദ സംവാദം ആണ്. ഭക്തിയെ പോഷിപ്പിക്കുക, ഭക്തിയെ സ്തുതിക്കുക എന്ന രീതിയിലാണ് ഭക്തിക്ക് ഹിതത്തെ പറയുക. അതാണ് ഇപ്പോൾ നാരദൻ ചെയ്തു വരുന്നത്. നമുക്ക് കേൾക്കാം. ഭാഗം 20. ഓം. കലിനാ സദൃശ കോപി യുഗോ നാസ്തി വരാനനെ തസ്മിൻ സ്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. കലിനാ സദൃശ കഹ അപി. കലിയെ പോലെ. ഈ കലികാലത്തിൽ സദൃശ സാദൃശ്യം. കഹ അപി യുഗ ന അസ്തി. അങ്ങനെ കലിയുഗത്തിനെ പോലെ ഒരു യുഗം ഇല്ല. ന അസ്തി വരാനനെ. എല്ലാവരും വരിക്കുന്നതായിട്ടുള്ള, നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ബഹുമാനിക്കുന്നതായിട്ടുള്ള, പൂജിക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാവമാണ്. വിശിഷ്ട വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് എന്ത് ഭാവമാണോ ഉള്ളത്, ഭഗവാനെ കാണുമ്പോൾ എന്ത് ഭാവമാണുള്ളത്, ആ ഒരു ഭാവമാണ് വരാനനെ. നമ്മൾ ഭർത്താവിനെ വരിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഭർത്താവിനെ വരിക്കണമെങ്കിൽ ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണണം. അപ്പോഴേ ഭർത്താവിനെ വരിക്കൽ ശരിയാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള വരാനനെയാണ് ഈ ഭക്തി എല്ലാവർക്കും എല്ലായ്പ്പോഴും ഏത് കാലത്തും. തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി. തസ്മിൻ അതുകൊണ്ട് എന്നർത്ഥത്തിലാണ്. തസ്മിൻ സ്ത്വാം കൂട്ടിച്ചേരുമ്പോൾ സ് വന്നു നരക്കിൽ, എന്നുള്ളത് എന്നായി. തസ്മിൻ അതുകൊണ്ട് ത്വാം സ്ഥാപയിഷ്യാമി അവിടുത്തെ ഭക്തിദേവിയെ. ത്വാം എന്നുള്ളത് ഭക്തിദേവിയെ. സ്ഥാപയിഷ്യാമി സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഗേഹേ ഗേഹേ ജനേ ജന വീട് തോറും. ഗേഹേ ഗേഹേ ജനേ ജന ജീവജാലങ്ങളിൽ. ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ലേ അതുള്ളൂ, അതുകൊണ്ട് മർത്യരിൽ. അപ്പോൾ ജനങ്ങളിൽ, വീടുകളിൽ ഭക്തിയെ ത്വാം സ്ഥാപയിഷ്യാമി. ഭക്തിയെ ഞാൻ സ്ഥാപിക്കും. കാരണം ഇതാണ്. എന്താ കാരണം? എന്താ കാരണം? കലിനാ സദൃശ കഹ അഭി യുഗ ന അസ്തി. അതാണ്. കലിയോട് തുല്യമായിട്ടുള്ള ഒരു യുഗം വേറെയില്ല. ദോഷം എന്നുള്ള നിലയ്ക്ക് മാക്സിമത്തിലും കലിയിൽ ഭക്തിയും നാമജപവും ദാനവും മാത്രമേ വേണ്ടൂ രക്ഷപ്പെടാൻ. ദാനം കൊണ്ട് വൈരാഗ്യം കിട്ടും, ഭക്തി കൊണ്ട് ജ്ഞാനവും കിട്ടും. ദാനം കൊണ്ട് വൈരാഗ്യം കിട്ടും എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ദാനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വൈരാഗ്യം കിട്ടുള്ളൂ. നമ്മൾ പിശുക്കി ഒരു കോടി ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു 100 ഉറുപ്പ്യ ദാനം ചെയ്യും. അപ്പം അങ്ങനെ ദാനം ചെയ്താൽ വൈരാഗ്യം വരില്ല. വൈരാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് 100 ഉറുപ്പ്യ, കോടിക്കണക്കിന് ഉറുപ്പ്യ കയ്യിലുള്ള ഒരാൾ ദാനം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വൈരാഗ്യം കിട്ടില്ല. നേരെ മറിച്ച് ഒരു 1000 ഉറുപ്പ്യ ഉള്ളൂ, അതിൽ 900 ഉറുപ്പ്യയും ദാനം ചെയ്യുകയാണെന്ന് വെച്ചാൽ വൈരാഗ്യം ഉണ്ടാവും. കാരണം ഈ 100 ഉറുപ്പ്യ അവനവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. 10ൽ 9 ദാനം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ 1 ഉറുപ്പ്യ ഉപയോഗം മാത്രമാണ്. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവാൻ എളുപ്പമാണ്. ഇനി അതുപോലും വേണ്ട എന്നുള്ളൊരവസ്ഥയിൽ എത്തും. അപ്പോൾ വൈരാഗ്യം പൂർണ്ണമാവും. അതുകൊണ്ട് കലിക്ക് തുല്യമായിട്ടൊരു യുഗമില്ല. ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും. ഗുണം ഒന്നേ ഉള്ളൂ, 99 ദോഷമാണ്. പക്ഷേ ആ ഒരു ഗുണം വളരെ മാക്സിമമാണ്. കാരണം വെറുതെ നാമം ജപിച്ചാൽ മതി, കയ്യിലുള്ളത് മുഴുവൻ ഉപേക്ഷിച്ചാൽ മതി. ഉപേക്ഷിക്കുക എന്നത് ഭഗവാന് സമർപ്പിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും ദാനമായിട്ട് കൊടുക്കുക, അത്രേ വേണ്ടൂ. അങ്ങനെ ഈ യുഗത്തിൽ വീട് തോറും ഓരോ ജനങ്ങളുടെ ഹൃദയത്തിലും ഞാൻ ഭക്തി ദേവിയെ വസിപ്പിച്ചു കൊള്ളാം, ഉണ്ടാക്കും നിശ്ചയം. ഇതാണ് നാരദൻ പറഞ്ഞ ഒരു പ്രതിജ്ഞ പോലെയാണ്. കലിന സദൃശ കഹ അപി യുഗ ന അസ്തി വരാനനെ. ഭക്തിയെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയണത്. കലിയുഗം പോലെയുള്ള ഒരു യുഗം, അതിന് സാദൃശ്യമുള്ളതായിട്ടുള്ളൊരു തുല്യത വയ്ക്കാൻ വേറൊരു യുഗമില്ല.
അങ്ങനെ യുഗമില്ലാത്തത് കൊണ്ട് നാസ്തി അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തസ്മിൻ ആ കാരണം കൊണ്ട് ഈ അവിടുത്തെ ഭക്തിദേവിയെ ത്വാം സ്ഥാപയിഷ്യാമി. ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ട് അതിനെ വിനിയോഗിച്ചില്ലാച്ചാൽ, അവസരം കിട്ടുമ്പോൾ അത് പ്രയോഗിക്കണം എന്നാണ് പറയുക. ആ അവസരം കിട്ടുമ്പോൾ പ്രയോഗിക്കാനാണ് നാരദൻ തയ്യാറായത്. അപ്പോൾ ഭക്തിക്കും സന്തോഷമാണ് ഈ കാര്യം, ഭഗവാനും സന്തോഷമാണ്, നാരദൻ്റെ ഡ്യൂട്ടിയും ആണ്. ഭഗവാന് സന്തോഷമാണ്, ഭക്തിക്ക് സന്തോഷമാണ്, നാരദൻ്റെ ഡ്യൂട്ടിയും ആണ്, ജോലിയും ആണ്. അതുകൊണ്ട് തസ്മിൻ ഓരോരുത്തരിലും ത്വാം സ്ഥാപയിഷ്യാമി. എവിടേക്കാണ്? ഗേഹേ ഗേഹേ ജനേ ജന, അതിൽ, തസ്മിൻ അതിൽ. അപ്പോൾ വീട്ടിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നാണ് തസ്മിൻ. അങ്ങനെ കലിന സദൃശ കോപി യുഗോ നാസ്തി വരാനനെ തസ്മിൻ സ്ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. കൂട്ടി വായിക്കുമ്പോൾ തസ്മിൻ സ്ത്വാം എന്ന് തന്നെ വായിക്കണം, മുറിച്ച് വായിക്കുമ്പോൾ തസ്മിൻ ത്വാം എന്ന് വായിക്കണം. ഇനി 14-ാമത്തെ ശ്ലോകം. അന്യധർമാം പുരസ്കൃത്യ മഹോത്സവാൻ തദാ നാഹം ഹരിർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. അപ്പോൾ അതിനെ ഒന്നുകൂടിയാണ് ഉറപ്പിക്കുകയാണ്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ ഈ കലികാലത്ത് പ്രത്യേകിച്ചും അത്. എന്നാൽ സത്യം ചെയ്യൂ എന്നൊക്കെ പറയില്ലേ, എന്ന കൂട്ടത്തിലാണ്. അന്യധർമാൻ തിരസ്കൃത്യ, അവിടെ എം എന്നുള്ളത് എൻ എന്നാണ്. അന്യധർമാൻ തിരസ്കൃത്യ, അന്യധർമാം തിരസ്കൃത്യ, അന്യധർമ്മങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് പുരസ്കൃത്യ മഹാ ഉത്സവാൻ, അതിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് മഹാ ഉത്സവമാക്കി തീർക്കും. എങ്ങനെയാണ് മഹാ ഉത്സവമാക്കി തീർക്കുക? ഉത്സവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഇന്ന് കാണുന്ന ഉത്സവമല്ല, കാരണം അത് പലർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഹിതമാവണം, ദേവന് ഹിതമാവണം, അവിടെ കൂടുന്ന എല്ലാവർക്കും ഹിതമാവണം, ഈ ചെയ്യുന്നയാൾക്കും ഹിതമാവണം. അപ്പോൾ ഇന്നിപ്പോൾ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റേ പാട്ടും കൂത്തും ലഹളിയായിട്ട് ലേശം മദ്യമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ഏർപ്പാടാണ്. അത് ഉത്സവം എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ അകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ടെൻഷൻ അവിടെ ഉണ്ട്, ഒരു ഫ്രീഡം കഷ്ടിയാണ്. അപ്പോൾ എത്ര വലിയ ഇതായാലും ശരി, കാരണം ജനങ്ങളുടെ ഈ ബാഹുല്യം അത് എല്ലാവർക്കും കൊടുത്തില്ല വെച്ചാൽ പ്രശ്നമായി. വേണ്ടത് നിവേദ്യം കൊടുക്കാനും ശരി, പായസം കൊടുക്കാനും ശരി, പ്രസാദം കൊടുക്കാനും ശരി, അതൊരു വലിയ ചടങ്ങാണ്. അതേപോലെ തന്നെ പൂജകൾക്കിടയ്ക്ക് ഇത്ര സമയം എടുക്കാവൂ ഒക്കെ പ്രശ്നമാണ്. സ്വാതന്ത്ര്യം അതൊരു വിഷയമാണ്. എല്ലാ സ്വാതന്ത്ര്യമാണ്, ദേഹത്തിനും മനസ്സിനും ഒരേപോലെ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും. ഇപ്പോൾ തന്ത്രി പൂജ ചെയ്യുമ്പോൾ തന്ത്രിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ വേണം. അപ്പോൾ അതിന് ആളുകളെ വേണ്ട രീതിയിൽ വെക്കില്ല, അവർക്ക് പൈസ കൊടുക്കില്ല. തന്ത്രിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. തന്ത്രിക്ക് ശിഷ്യപ്പണി ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുക്കണം. അത് വേണ്ട രീതിയിലാവുകയും വേണം. കാരണം ഇത് ഭക്തിയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഈ ഒരാൾക്ക് കൂടുതൽ കിട്ടുക മറ്റാൾക്കൊന്നും കിട്ടാതിരിക്കുമ്പോൾ ആ ചെയ്തു കൊടുക്കുന്നയാൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു ന്യൂനത വന്നു. അപ്പോൾ അത് ഉത്സവമല്ലാണ്ടേ. മനസ്സിൻ്റെ സന്തോഷത്തെ പുറമേക്ക് പ്രകടിപ്പിക്കാൻ തക്കവണ്ണം വേണം അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ. ഉത്സവമാവണമെങ്കിൽ ഈ അടിച്ചു വരുന്ന ആളുടെയും ഇതൊക്കെ മറ്റേ കഴുകി കളയുക അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ ഉത്സവം വേണം. ആ ഉത്സവം കിട്ടില്ല, കാരണം അവർക്ക് 100 റുപ്യയും മറ്റാൾക്ക് 1000 റുപ്യയും മറ്റാൾക്ക് 50,000 റുപ്യാണ്. അപ്പോൾ ഉത്സവം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഉത്സവമാവുക? മനസ്സിന് സന്തോഷം വേണം. അപ്പോൾ ആ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ വേണം. അതേപോലെ ടെൻഷൻ ഉണ്ട്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇന്നൊക്കെ കഴിഞ്ഞോളണം, അവിടെയൊക്കെ പ്രശ്നമാണ്. അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് ലേശം 10 മിനിറ്റ് അങ്ങോട്ടൊക്കെ വരും. അതേപോലെ മന്ത്രം ചെല്ലുമ്പോൾ ചിലവർ സ്പീഡിൽ ചെല്ലും, ചിലവർ മെല്ലെ ചെല്ലുള്ളൂ. അപ്പോൾ അത് ബാക്കിയുള്ളവരെ നാട്ടുകാരെ കാണണ്ടേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്സവം ആവണമെങ്കിൽ ഇങ്ങനെ വേണം. അതേപോലെ തന്നെ ക്ഷമയോട് കൂടിയിട്ട്
ഏകദേശം ഇന്ന സമയത്ത് എന്നേ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറയുമ്പോൾ കൂട്ടം ഒന്നിച്ച് വരും. അപ്പോൾ ഉത്സവം കൂട്ടമായിട്ട് തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ ഒരു സംയമനം അവിടെ പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു ഈ വിഭാഗീയത കാരണം കൊണ്ട്. സാമ്പത്തിക വിഭാഗീയത, അതേപോലെ തന്നെ പ്രവേശന വിഭാഗീയത, പങ്കാളിത്ത വിഭാഗീയത അവിടെ ഒക്കെ വരും. അതേപോലെ ക്രെഡിറ്റ് ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അത് സംശയമാവേ, മേശാന്തിക്കാണോ കീഴ്ശാന്തിക്കാണോ ഒക്കെ പ്രശ്നമാണ്. നമ്മൾ ഉത്സവം എന്ന് പറയേണ്ട ആ ഒരു ഇത് മനസ്സിലാവാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ എത്രത്തോളം അതിനെ ഭക്തിപൂർവമാക്കാൻ സാധിക്കും, അതിനെന്തൊക്കെ വേണം? മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സ്വസ്ഥത കിട്ടണം, സന്തോഷത്തെ ഉണ്ടാക്കണം. അപ്പോഴേ ഉത്സവം ആവുള്ളൂ. കണ്ടമാനം ആനയും കണ്ടമാനം വെടിക്കെട്ടും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഉത്സവമാവില്ല. അതല്ല ഉത്സവം. അത് ഒരാൾക്ക് ഉത്സവമാണ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഉത്സവമാണ്, അതല്ല ഉത്സവം. ഉത്സവം എന്നുള്ളത് എല്ലാവർക്കും ഉത്സവമാണെന്നാണ്. ഉത്സാഹത്തെ ഉത്സവമാക്കി മാറ്റാൻ എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ അതിന് മറ്റത് പറ്റില്ല. അപ്പോൾ ഇവിടെ ഭക്തി എല്ലാവരിലും ഗേഹേ ഗേഹേ ജനേ ജനെ എത്തിച്ചോളാം എന്നാണ് നാരദൻ പറഞ്ഞത്. അതിൻ്റെ സാരം എന്താ? എല്ലാവർക്കും ഈ ഭാവത്തിൽ, സാത്വിക ഭാവത്തിൽ എത്താൻ സാധിക്കും. അങ്ങനെ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മഹോത്സവമാക്കും. തഥാ ന അഹം ഹരേഹേ ദാസഹ ന. അങ്ങനെ എനിക്ക് ഈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഹരിയുടെ ദാസനാണ് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ലോകേ ത്വാം ന പ്രവർത്തയേ. ലോകത്തിലെ ഭക്തിദേവിയുടെ ഈ സാന്നിധ്യം ഇപ്രകാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല. അന്യധർമാൻ തിരസ്കൃത്യ. ഇനി നാരദൻ്റെ കാര്യം, ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങി പുറപ്പെട്ടെടുക്കുക. അതേപോലെ തന്നെ ജനങ്ങൾ ഈ ചീത്ത കാര്യങ്ങൾ, നെഗറ്റീവ്സ് കുറേ ഉണ്ടല്ലോ, ചെയ്യേണ്ടതായിട്ട് ഉള്ളത് ചെയ്യാതിരിക്കുക. അതൊരു ഈ ധർമ്മങ്ങളെ ഒഴിവാക്കുക എന്നുള്ളൊരവസ്ഥ വരും. ധർമാൻ തിരസ്കൃത്യ. ഇപ്പോൾ ബ്രാഹ്മണരാണിച്ചാൽ സന്ധ്യാവന്തനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം, അതൊന്നും ചെയ്യാതെ കണ്ട്. അപ്പോൾ അത് പിഴവായി. അഗ്നിഹോത്രോ സന്ധ്യാവന്തനോ യജ്ഞോ ദാനോ ഇതൊക്കെ ചെയ്യാതെ കണ്ട്, അപ്പോൾ അത് പറ്റില്ല. ഇനി വേറെ ഒന്ന്, വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തില്ല വെച്ചാലും ഭഗവാന്റെ നാമം ജപിക്കുക ഭക്തിയോട് കൂടിയിട്ട്. എനിക്ക് കുളിയില്ല, തേവാരമില്ല, ഒന്നുമില്ല, പെയ്യനി, മറ്റു പല കാരണങ്ങൾ, സാഹചര്യങ്ങളും അനുകൂലമല്ല. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിക്കുക. മനോമുഖമായിട്ട് ചെയ്യാമെന്നൊരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ട് സന്ധ്യാവന്തനം ചെയ്യുകയാണ്, മനസ്സുകൊണ്ട് സ്നാനം ചെയ്യുകയാണ്. ശരീരം കുളിച്ചിട്ടില്ല, പക്ഷേ സ്നാനം ചെയ്തു, ശുദ്ധമായി. കാരണം മനസ്സ് ശുദ്ധമായ ദേഹവും അവിടേക്ക് എത്തണ്ടെന്നേ ഉള്ളൂ. ശ്രീലാതയ്ക്ക് കയറി പോണ്ട, പക്ഷേ ഇവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട്. ഒക്കെ പ്രമാണങ്ങളുണ്ട്. ശ്രീലാതയ്ക്ക് കടക്കാതെ കണ്ട് ഈ തച്ചൻ, പെരുന്തച്ചൻ ശിലയിലുണ്ടാക്കിയ ആ വിഗ്രഹം അതിൻ്റെ പീഠത്തിലേക്ക് ഇറങ്ങാൻ ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് മുകളിലൊന്ന് ചെറുതായിട്ട് കൊട്ടി എന്ന് സങ്കല്പിച്ചേ ഉള്ളൂ. ആ പീഠത്തിലേക്ക് അതങ്ങോട്ട് ഇറങ്ങി. തന്ത്രിമാർ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റിയില്ല. അപ്പോൾ ആ കാര്യം അവിടെ നടന്നു, മനസ്സുകൊണ്ട് മനോമഖ. കാരണം ആ വിഗ്രഹം കൊത്തുമ്പോൾ അതിലേക്ക് ചൈതന്യത്തിനെ ഈ പെരുന്തച്ചൻ കൊടുത്തിട്ടുണ്ട്. അതിനിരിക്കാനുള്ള പീഠമാണ് കൊത്തിയത്. അതാ വെക്കൽ ശരിയാവണം. ഭക്തിയോട് കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങുകയും ചെയ്യും. അവിടെ എവിടെയോ ഒന്ന് പാളിച്ച പറ്റി. ആ പാളിച്ച ഭഗവാന്റെ പരീക്ഷണമായിരുന്നു എന്നുള്ളത് ഈ പൂജാരിമാർക്ക് മനസ്സിലായില്ല. മഹോത്സവമാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. അപ്പോൾ അന്യധർമാൻ തിരസ്കൃത്യ. ധർമ്മം എന്നുള്ളത് അവനവൻ്റെ പ്രായത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും ചെയ്യണം. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മനോമുഖമായിട്ട് സമർപ്പിത ബുദ്ധിയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ജപിച്ചാൽ മതി.
അതല്ലാതെ കണ്ട് എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ചെയ്യണു, അന്യധർമ്മങ്ങളെ ചെയ്യണു. അത് പിഴവാണ്. ഇനി അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. ഇവിടെ വാച്യാർത്ഥം എങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ എത്രത്തോളം ഈ ധർമ്മങ്ങളെ ചെയ്ത് ഈ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ലോപം വന്നു വെച്ചാലും സമർപ്പിത ഭാവത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കും. അത് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല. അപ്പോൾ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ വീട്ടിലും ക്ഷേത്രത്തിലും ജനങ്ങളിലും ഈ ഒരു ഭാവത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ എന്നെ കൊണ്ടാകുന്നത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് അത് ഫലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല. അപ്പോൾ അതവിടെ ഒരു പണയം വെച്ച പോലെ എൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ്, ഈശ്വരനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നാരന്തം പരമാത്മകം ഇതി, ഭക്തിയുടെ പോഷണത്തിനും ഈ ജനങ്ങളെ ഭഗവാങ്കൽ എത്തിക്കുക എന്ന ഭാവത്തിനും എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചതാ. നാരദം പറയാം, ആ കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ഭക്തനല്ല, ഭഗവാന്റെ ദാസനല്ല. ഭക്തിദേവിയോട് ഇത്രയും കൂടുതൽ പറയണമെങ്കിൽ ആ ആത്മവിശ്വാസം, ദൃഢവിശ്വാസം, അത് നാരദനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. കാരണം എന്താ, കലിയെ പോലെ ഒരു യുഗം വേറെയില്ല. അപ്പോൾ നമ്മൾ എന്തേ വേണ്ടു? മനസ്സ് ഭഗവാങ്കൽ സമർപ്പിക്കുക, എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ മഹത് പൂജാദികളെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം ഈ സമർപ്പിത ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്കുണ്ട്. ശ്രവണം ഒരു കർമ്മമാണ്. അപ്പോൾ അന്യധർമ്മങ്ങളെ തിരസ്കൃത്യ, അന്യധർമ്മങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, പുരസ്കൃത്യ മഹാ ഉത്സവാൻ, ഭക്തിദേവിയെ മുൻനിർത്തിക്കൊണ്ട്, ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇതെല്ലാം മഹാ ഉത്സവമാക്കി തീർക്കാൻ സാധിക്കും. തഥാ, അങ്ങനെ ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ അതിനുശേഷം, തഥാ അതിനുശേഷം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ന അല്ല, അഹം ഞാൻ, ഹരേഹേ ദാസഹ, ഹരിയുടെ ദാസനല്ല. ഈ ലോകത്തിൽ എപ്രകാരത്തിലാണോ ഭക്തിദേവിയെ ഇങ്ങനെ പ്രവർത്തിക്കാൻ, ലോകേ ത്വാം ന പ്രവർത്തയേ, ഇത് മഹോത്സവൻ, അങ്ങനെ ആക്കി തീർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്നാണ്. അപ്പോൾ ഭഗവാനെ എത്രത്തോളം എല്ലാവരുടെ മനസ്സിലും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തിദേവിയുടെ സാന്നിധ്യം വേണോ അത് ഞാൻ ചെയ്തിരിക്കും. അത് നാരദൻ്റെ ഒരു ചുമതലയാണ്, ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അത് ചെയ്തിരിക്കും. അതെനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഭഗവാന്റെ ദാസനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് ഇതാ ഭക്തിദേവി ഞാൻ ഉറപ്പ് തരണം, ഓജസ്സോട് കൂടിയിട്ട് കലിക്കാലത്തിൽ ഭക്തിയെ ഞാൻ എല്ലാവരിലും എത്തിക്കും, ഉറപ്പ്. ഇതാണ് ഗ്യാരണ്ടി. അന്യധർമാൻ തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ ന അഹം ഹരേർദാസഃ ലോകേ ത്വാം ന പ്രവർത്തയേ. 15-ാമത്തെ ശ്ലോകം. ത്വദന്വിതാശ്ചയേ ജീവാ ഭവിഷ്യന്തി കലൗ ഇഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയാ കൃഷ്ണമന്ദിരം. ഈ കലിയുഗത്തിലെ ഏതൊരു ജീവന്മാരാണോ ഭക്തിയോട് കൂടിയിട്ട് ആയിത്തീരുന്നത്, അവർ പാപികളാണെങ്കിൽ കൂടി പേടിയില്ലാതെ കണ്ട് ഈ ശ്രീകൃഷ്ണൻ വസിക്കുന്നതായിട്ടുള്ള ആ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഉറപ്പിച്ചാണ് പറയാണ്. ത്വത് അന്വിതാഹ ച യേ ജീവ ഭവിഷ്യന്തി കലൗ ഇഹ പാപിനഃ അഭി ഗമിഷ്യന്തി നിർഭയാഃ കൃഷ്ണമന്ദിരം. ത്വത് അന്വിതാഹ ച, ത്വത് അവിടുത്തെ, അന്വിതാഹ ച കൂടെ വരാം. ഏ ജീവ ഭവിഷ്യന്തി,
ജീവജാലങ്ങളൊക്കെ മർത്യർ ഒക്കെ ഭക്തിയോട് കൂടിയുള്ളവരായിരിക്കും ഭവിഷ്യന്തി ഉറപ്പ്. കലൗ ഇഹ കലിയുഗത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ പാപിനഹ അഭി പാപികൾ പോലും ഗമിഷ്യന്തി ചെല്ലും, പോവും, യാത്രയാവും എന്നുള്ള അർത്ഥത്തിൽ സഞ്ചരിക്കും എന്നർത്ഥം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഭക്തിയോട് കൂടിയിട്ടായിരിക്കും എന്ന് സാർ കലിയിൽ. നിർഭയാഹ പേടിയില്ലാത്തവരാവും. ഇപ്പം ഭക്തിയും ഭാഗവതത്തെ ആശ്രയിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്ന ഈ സമർപ്പിത ഭാവത്തോട് കൂടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്കും പേടി എന്നത് ഉണ്ടാവില്ല. ഭാഗവതത്തിൻ്റെ ഒരു പ്രമാണം ആണ്. നിർഭയാഹ കൃഷ്ണമന്ദിരം. അവിടെ കൃഷ്ണമന്ദിരം എന്ന് ഉദ്ദേശിച്ചത് അമ്പലം എന്നല്ല, വൈകുണ്ഠം എന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവും എന്നല്ല, വൈകുണ്ഠത്തിലേക്ക് പോകും എന്നാണ്. അപ്പോൾ ഇവിടെ ത്വത് അന്യുദാഹ ച ഏ ജീവ, ആ ഭക്തി ദേവിയോട് കൂടിയിട്ട് ഈ ജീവജാലങ്ങൾ ഭവിഷ്യന്തി സംഭവിക്കുക തന്നെ ചെയ്യും. എന്താ സംഭവിക്കുക? കൃഷ്ണമന്ദിരം നിർഭയാഹ ഗമിഷ്യന്തി, നിർഭയന്മാരായിക്കൊണ്ട് ഈ വൈകുണ്ഠത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ഭക്തിയോട് കൂടിയിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പാപിനഹ അഭി, ഈ പാപികൾ പോലും ഭക്തി ദേവിയോട് കൂടിയിട്ട് ത്വത് അന്യദാശ്ച, പാപിനഹ അഭി ത്വത് അന്യദാശ്ച. അപ്പോൾ ജീവജാലങ്ങൾ ഭക്തിയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, ഇവിടെ ജീവിക്കുക എന്നുള്ളത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. ജീവിതം ഒരു സഞ്ചാരമാണ്, ചലനം ആണ്. അപ്പോൾ അത് മുതൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവസാനം എത്തിച്ചേരുക എവിടെയാണ്? വൈകുണ്ഠ മന്ദിരത്തിലാണ്. വൈകുണ്ഠത്തിൽ എത്തിച്ചേരും. അത് ഭവിക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പ്. അപ്പോൾ കലിയുഗത്തിൽ ഭക്തി ദേവിയെ ഞാൻ ഓരോരുത്തരുടെ ഹൃദയത്തിലും എത്തിച്ചു കൊള്ളാം. ഇത് ഉറപ്പിക്കുകയാണ്. ത്വത് അന്യുദാശ്ച യേ ജീവ ഭവിഷ്യന്തി കലൗ ഇഹ പാപിനഹ അഭി ഗമിഷ്യന്തി നിർഭയ കൃഷ്ണമന്ദിരം. അപ്പോൾ എത്ര പാപിയായിരുന്നാലും വൈകുണ്ഠ ലോകത്തിലേക്ക് ഭക്തിയുള്ളവർക്ക് എത്താൻ സാധിക്കും. കാരണം പാപത്തെ ഭഗവാൻ ഹരിക്കുക തന്നെ ചെയ്യും. അത് ഭക്തിയും വേണം, ഈ നാരദൻ്റെ സഹായവും വേണം, ബുദ്ധി വേണം, വിവേകം വേണം. കാരണം ഏതിനെയാണ് സ്വീകരിക്കേണ്ടത്, ഏതിനെയാണ് ഒഴിവാക്കേണ്ടത്, ഇത് അറിയണം എന്നതാണ്. അപ്പോൾ അതിൽ സംഘം, ധനം, പ്രവൃത്തി ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോഴേ ലക്ഷ്യം ശുദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ. സംഘശുദ്ധി വളരെ പ്രധാനം, ലക്ഷ്യശുദ്ധി വളരെ പ്രധാനം. ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. മനസ്സാ വചസാ കർമ്മണ, ത്രികരണങ്ങൾ എന്നാണ് പറയുക. അതേപോലെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം. ഇപ്പോൾ ധനമാണെങ്കിൽ ദാനം ചെയ്ത് ശുദ്ധീകരിക്കുക എന്നാണ്. ദേശം, കാലം ഒക്കെ ശുദ്ധമായിരിക്കണം. നമ്മുടെ മാനസികാവസ്ഥ, ശാരീരികമായിട്ടുള്ള അവസ്ഥ അതെല്ലാം ശുദ്ധമായിരിക്കണം. നമ്മുടെ കൂടെയുള്ള ഓരോന്നും ശുദ്ധമായിരിക്കണം. അതേപോലെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരിശുദ്ധമായിരിക്കണം. ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിനായാലും പൂജാദികൾ ചെയ്യുന്ന സമയത്തായാലും ഈ സാത്വികത വളർത്തണമെങ്കിൽ ശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഭക്തി ഉണ്ടെങ്കിൽ, ഈ ഒരു സമർപ്പണ ബോധമുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മഹാപാപിയാണെങ്കിലും ഈ മനം മാറ്റം വന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ ശൈലിക്ക് മാറ്റം വന്നുവെങ്കിൽ അത് വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള കാരണമായി തീരും. അപ്പോൾ ഈ ഒരു പ്രമാണം ഇവിടെ പേടി ഒഴിവായി കിട്ടും എന്നതാണ്. നമ്മളൊക്കെ ഭയം ഉള്ളവരാണ്. ഭയം എന്നുള്ളത് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ മരിച്ചു പോവോ? അതിൻ്റെ ബാക്കി ഘടകങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ താങ്ങി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഇങ്ങനെ പലതാണ്. അതേപോലെ നമ്മളെ സഹായിക്കേണ്ടവരെ, നമ്മളെ രക്ഷിക്കേണ്ടവരെ, അവർക്ക് എന്തെങ്കിലും പറ്റുമോ? ഇങ്ങനെ പേടി പലതരത്തിലാണ്. എനിക്ക്, മറ്റുള്ളവർക്ക്, എന്നെ ആശ്രയിക്കുന്നവർക്ക്, ഞാൻ ആശ്രയിക്കുന്നവർക്ക്, ഞാൻ കൂട്ടിവെച്ചതിന് ഒന്നും ദോഷം വരാൻ പാടില്ല. നമുക്ക് പേടി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പേടിയൊക്കെ തീരും. എന്താ? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് വന്നു ചേരും. വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ.
പിന്നെ പേടി ഉണ്ടാവില്ല. അതാണ്. തുതന്വിതാശ്ച യേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയ കൃഷ്ണമന്ദിരം. ഇപ്പോൾ ഭക്തിദേവിയോട് 3 ശ്ലോകങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 16ാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.